മുഅ്മിനീങ്ങളെ, ഒരു പൊതുവായ ഖാഇദ ഞാൻ പറയട്ടെ, ഒരു പൊതുവായ നിയമം പറയട്ടെ. നമ്മളൊക്കെ ഈ ഫേസ്ബുക്ക് ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയ കാര്യങ്ങളാണ്. കുറച്ചു കാലം ഇതൊക്കെ ഇട്ടുപോയി വേറെ പലതും വരുവേ. അപ്പൊ ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. പക്ഷെ പറയാൻ, എനി സോഷ്യൽ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, നമ്മൾ അതിന്റെ മേൽ ചോദ്യം ചെയ്യപ്പെടും. ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം പറയാം, ആശയത്തെ, ചിന്താധാരയെ, വ്യൂ പോയിന്റുകളെ നമുക്ക് നിരൂപണം ചെയ്യാം. പക്ഷെ ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും പേരെടുത്ത് പറഞ്ഞ് വേദനിപ്പിക്കരുത്, ഒരാളുടെയും പേരോ ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല. എല്ലാരും ചെയ്യുന്നത്, എനിക്ക് നമ്മളൊക്കെ ഡെയിലി ഇത് കാണുന്ന ആൾക്കാരാണ്. ഇഷ്ടം പോലെ എന്ത് ചെയ്യും, ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, ഉസ്താദിന്റെ ഫോട്ടോ മറ്റോ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ നടക്കും. എനിക്കിപ്പോ ശീലമായിക്കണം, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർക്കൊക്കെ വലിയ വേദന ഉണ്ടാവും. അവരൊക്കെ പാവങ്ങളാണ്. അവരൊക്കെ കളിക്കുന്ന തീക്കളിയാണ്. ആരെയും വിമർശിക്കല്ലേ. വ്യക്തികളെയല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ആശയങ്ങളെയാണ്. നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ചിന്തകളെയാണ്, ആരെയല്ല. ആരെയും പേരെടുത്ത് പറയണ്ട, ആരെയും പേരെടുത്ത് വേദനിപ്പിക്കും വേണ്ട, നമുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഇത് ചെയ്ത് ജീവിക്കുന്ന യൂട്യൂബർമാരുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു ക്യാപ്ഷനും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ഫോട്ടോ വെച്ചാൽ ചിലപ്പോൾ ഇത്ര ആളുകൾ നോക്കിയേക്കാം, അപ്പൊ കുറച്ച് സബ്സ്ക്രിപ്ഷൻ കിട്ടിയേക്കാം, അപ്പൊ കുറച്ച് വ്യൂവേഴ്സ് കൂടും, ആ ഹറാമിന്റെ മുതൽ തിന്നണം, അകത്താക്കണം എന്ന് ചിന്തിക്കുന്ന വളവന്മാരുണ്ട്. അവരതൊക്കെ ചെയ്തോട്ടെ, അത് അവരും പടച്ചോനായിക്കോട്ടെ. നമ്മൾ മുസ്ലിമീങ്ങൾ ഇത് ചെയ്യരുതേ, ദയവ് ചെയ്ത്. നിങ്ങൾക്കൊരു നല്ല കാര്യം എഴുതാനില്ലേ, നിങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കല്ല. ഇത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ചാരിറ്റിയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ കാലഘട്ടം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി കലിമ ചൊല്ലി അള്ളാഹുലേക്ക് യാത്രയാവാനുള്ള ഒരു തൗഫീഖ് റബ്ബ് നമുക്കൊക്കെ നൽകട്ടെ. ഈ കാലഘട്ടം ഒരു ചാലഞ്ചിങ് ടൈമാണ്. And the future could be more challenging. This is what we are afraid of. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ബേജാറ്. നമ്മളെ കാലം എങ്ങനെയാണെങ്കിൽ വരാൻ പോണ കാലം എന്തായിരിക്കും? നമ്മളെക്കാളും വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെ മക്കളും നമ്മുടെ അനുജന്മാരും അനുജത്തിമാരും ഒക്കെ കടന്നു പോകാൻ പോകുന്നത്. അള്ളാഹുവിന്റെ കാലുകൾക്ക് അള്ളാഹു അവർക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.